നമസ്കാരം, മീഡിയ ഗ്രാമത്തിലേക്ക് സ്വാഗതം. ജെറ്റ് എയർവേസിൽ നിന്ന് നരേഷ് ഗോയലിന്റെ നാടകീയ പടിയിറക്കം. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ മുന്നോട്ടു പോവാനാവാതെ നിൽക്കുന്ന ജെറ്റ് എയർവേസിൽ നിന്ന് സ്ഥാപകനും ഡയറക്ടറുമായ നരേഷ് ഗോയലിന് രാജിവെക്കേണ്ടി വന്നു. എങ്ങനെയെങ്കിലും കടക്കണിയിൽ നിന്ന് രക്ഷപ്പെടാൻ ഗോയലിന്റെ പടിയിറക്കം അത്യാവശ്യമാണെന്ന് ഓഹരികൾ കൈയാളുന്ന മറ്റുള്ളവർ ആവശ്യപ്പെടുകയായിരുന്നു. കമ്പനിക്ക് അടിയന്തര സഹായമായി 1500 കോടി രൂപ നൽകാൻ SBIയുടെ നേതൃത്വത്തിൽ മറ്റു ബാങ്കുകളും തീരുമാനിച്ചതിന് പിന്നാലെയാണ് ഇത്തരത്തിലെ ഒരു നീക്കം. 1993 തുടങ്ങിയ ജെറ്റ് എയർവേസിന്റെ സ്ഥാപകനായ നരേഷ് ഗോയലിന് രാജ്യത്തെ ഏറ്റവും വലിയ വിമാന കമ്പനികളിലൊന്നായി ജെറ്റ് എയർവേസിനെ മാറ്റാൻ സാധിച്ചുവെങ്കിലും 8200 കോടി രൂപയുടെ വമ്പൻ ബാധ്യത ഗോയലിനെ വലച്ചു കളഞ്ഞു. 3 മാസമായി ശമ്പളം ലഭിക്കാത്തതോടെ വിമാനങ്ങൾ പറത്താതെ നിലത്തിട്ട് പൈലറ്റുമാരും മറ്റുള്ളവരും സമരം പ്രഖ്യാപിച്ചിരുന്നു. കേവലം ഒരു ടിക്കറ്റ് ഏജന്റായി തുടങ്ങിയ ഗോയലിന്റെ വളർച്ച അത്ഭുതാവഹമായിരുന്നു. തീർത്തും ദാരിദ്ര്യം നിറഞ്ഞ ഒരു ചുറ്റുപാടിൽ ജനിച്ചു വളർന്ന ഗോയൽ പലതരം കച്ചവടങ്ങളിലൂടെയൊക്കെ രാജ്യത്തെ 100 സമ്പന്നന്മാരിൽ ഒരാളായി മാറി. പക്ഷേ കഴിഞ്ഞ 11 വർഷമായി കടക്കണിയിൽ നിന്ന് കരകയറാൻ ശ്രമിക്കുകയായിരുന്നു ജെറ്റ് എയർവേസ്. തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ജെറ്റ് എയർവേസിനെ രക്ഷിക്കാൻ കേന്ദ്ര സർക്കാർ സർവ്വപ്രയത്നവും നടത്തുന്നുണ്ട്. ഗോയലിന്റെ രാജിയിലൂടെ ഇന്ത്യയുടെ വ്യോമയാന വ്യവസായത്തിലെ ഒരു യുഗമാണ് കടന്നു പോകുന്നത്. ഇനി ആരാവും ജെറ്റ് എയർവേസിനെ നയിക്കാൻ മുന്നോട്ട് വരുന്നത് എന്നതിൽ വ്യക്തതയില്ല. അതിസമ്പന്നതയിൽ നിന്ന് പാപ്പരത്വത്തിലേക്ക് മാറുമ്പോൾ താൻ കെട്ടിപ്പടുത്ത സ്ഥാപനത്തിൽ നിന്ന് ഒടുവിൽ പടിയിറങ്ങേണ്ടി വരികയാണ് നരേഷ് ഗോയൽ എന്ന ഇന്ത്യ കണ്ട വലിയൊരു ബുദ്ധിരാക്ഷസന്.